നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രേയാ രാജകുമാരി എൻ മനസ്സിൻ ദേവതേ, വരൂ വരൂ നീ എന്നരികിൽ വരൂ നീ. ചേട്ടനെ കടുപ്പത്തിലൊരു ചായ ഇട്ടുകൊണ്ടുവാ. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന കാണുന്നില്ലേ വല്യേട്ടനെ? അയ്യ, നീ പഠിച്ചിട്ട് പോയി കളക്ടർ ആവാനൊന്നും പോകുന്നില്ലല്ലോ. പോയി ചായ ഇട്ടുകൊണ്ടുവാടി. ശ്രേയാ രാജകുമാരി എൻ മനസ്സിൻ ദേവതേ, വരൂ വരൂ. എടാ, നാളെ നിന്റെ കല്യാണ നിശ്ചയത്തിന് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് വരാൻ പറ. അവന്മാരൊക്കെ വിളിച്ച പണിയാ. അച്ഛന്റെ കാര്യം ചോദിക്കുന്നേ, അതിനെ മറുപടി കൊടുത്ത് ഞാൻ മടുക്കും. നിശ്ചയം നടത്തുന്നതിന്റെ തെളിവായിട്ട് 4 പേരെങ്കിൽ 4 പേര് വേണം. നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിക്കാൻ നിന്നാ എല്ലാവരും ബാലൻ മാഷിന്റെ കാര്യം ചോദിക്കും. മാഷില്ലെങ്കിൽ ഞങ്ങളും ഇല്ലാന്ന് പറയും. താങ്ക് യു. പക്ഷെ നിന്റെ ഫ്രണ്ട്സിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. നിന്റെ അച്ഛനില്ലെങ്കിൽ അവരൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ വിളിക്കേണ്ടത് എന്റെ ഫ്രണ്ട്സിനെ അല്ല, ശാന്തപ്പ മാമനെയാ. അമ്മ ശാന്തപ്പ മാമന് വിളിക്ക്, എന്നിട്ട് സ്പീക്കറിലിട്. വിളി. ആരാ മനുഷ്യ? നോക്കട്ടെ. ഓ, ഹേമേട്ടത്തിയ. എടുത്ത് സംസാരിക്കേ. സംസാരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ അരവിന്ദനായിട്ട് സ്മോൾ അടിച്ചപ്പോഴേ 2 എണ്ണം കൂടിപ്പോയി. ആ ഒരു ധൈര്യത്തില് ഞാൻ ബാലമാഷിന്റെ വീട്ടിൽ ചെന്ന് ഒരു ഷോയും കാണിച്ചു. അപ്പോ ഹേമേട്ടത്തിയെ ഞാൻ വല്ലതും പറഞ്ഞോന്നൊരു സംശയം. നല്ല മാമനും വരുമോനും. എടുത്ത് സംസാരിക്കും മനുഷ്യ. ഓ, ആ ഹേമേട്ടത്തി. ആ ശാന്തപ്പ, നാളെ അരവിന്ദന്റെ കല്യാണം നിശ്ചയിച്ചുറപ്പിക്കാൻ പെണ്ണിന്റെ വീട്ടിലേക്കൊന്ന് പോണം. ആ, കുഞ്ഞുമോളെയും കൂട്ടി രാവിലെ തന്നെ എത്തണം. നാളെയോ? ഷോ, ഇത്ര പെട്ടെന്ന് നിശ്ചയോ? 10 ദിവസം മുന്നേ പറഞ്ഞാലേ ശാന്തപ്പം വരുള്ളൂ. വരാൻ പറഞ്ഞാ വരണം, കേട്ടല്ലോ. അല്ല, ബാലമാഷിന്റെ കുടുംബത്തിലെ കല്യാണ നിശ്ചയം അത് അതിൻ്റെതായ അന്തസ്സിൽ നടക്കണ്ടേ? ബാലമാഷിന്റെ മൂത്തമ്മോന്റെ കല്യാണ നിശ്ചയം ശാന്തപ്പം പറഞ്ഞതുപോലെ തന്നെയാ നടക്കേണ്ടത്. പക്ഷേ മാഷ് നിശ്ചയത്തിന് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇവിടെ നടന്നതെല്ലാം ശാന്തപ്പന് അറിയാലോ അല്ലേ? ആ, മാഷില്ലെങ്കിൽ ശാന്തപ്പൻ വരില്ലേ? അയ്യോ, വരില്ലെന്ന് ആര് പറഞ്ഞു? ആ, എന്റെ മരുമോന്റെ നിശ്ചയത്തിന് ഞാൻ എത്തും, എന്തായാലും എത്തും. ഞാൻ അവിടെ വന്ന് മാഷിനോട് ചോദിച്ചോളാം, സ്വന്തം മോന്റെ നിശ്ചയത്തിന് പങ്കെടുക്കാത്ത എന്താന്ന്. എന്റെ ചോദ്യങ്ങൾക്ക് മുന്നിലേ മാഷ് പാതാറും. അതെ, അരവിന്ദനോട് ടെൻഷൻ ആവണ്ടെന്ന് പറ. ഈ മാമ കൂടെ ഉണ്ടെന്ന് പറയണം. ശാന്തപ്പ മാമ. ഓ, എനിക്കറിയാം മാമൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവൂന്ന്. നാളെ ചടങ്ങ് നടക്കുമ്പോ അച്ഛന്റെ സ്ഥാനത്ത് ശാന്തപ്പ മാമൻ ഉണ്ടാവണം. ഞാൻ മുന്നിലുണ്ടാവൂടാ, ധൈര്യമായിട്ടിരിക്കെ. ആ ശരി, എന്നാ കാണാം. ശരി ശരി. കണ്ടില്ലമ്മേ, ശാന്തപ്പ മാമൻ പറഞ്ഞതാ. ഇനി ആരെ വിളിക്കണം? അപ്പച്ചേ, ചങ്ങനാശ്ശേരിയിലെ കുഞ്ഞമ്മയുടെ മോനെ വിളിച്ചു പറ. ആ, അത് തന്നെ, വിളിക്കമ്മേ. ശരി. ആ അനിരുദ്ധ, നാളെ പെണ്ണിന്റെ വീട്ടിലെ നിശ്ചയ. അതുകൊണ്ട് എന്തായാലും നീ രാവിലെ ഇവിടേക്ക് എത്തണം. ആ, രാവിലെ ഒരു 7 മണിയാകുമ്പോ ഇവിടേക്ക് എത്തിയാൽ മതി. ആ ശരി. വന്നല്ല. നല്ല തലവേദനയുണ്ട്. ചാരുമോളെ, ഒരു ചായ എടുക്ക്. ഇപ്പൊ തരാം ബാലമാമേ. അച്ഛാ, ഞാനൊന്ന് ഓഫീസിൽ പോയിട്ട് വരാം. നിക്കടാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ടച്ചാ, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. പോയിട്ട് വരാം.
അമ്മേ, ആരോ ഒരാൾ ചീഫ് എഞ്ചിനീയർ ഉപദേശിച്ച് അവരുടെ ജീവിതം രക്ഷിക്കാൻ നോക്കി. ആ ആളെ എവിടെയെങ്കിലും കണ്ടോ? കണ്ടോ? ചീഫ് എഞ്ചിനീയറെ ഉപദേശിച്ചിട്ടാണ് തോന്നുന്നു തലവേദന വന്നത്. അതല്ലേ ചൂടൻ ചായ ചോദിച്ചത്? ഓഹ്, എത്ര പ്രാവശ്യം പറഞ്ഞതാ വേണ്ട പോവണ്ടെന്ന്, കേട്ടില്ല. ചീഫ് എഞ്ചിനീയർക്ക് ക്ലാസ് എടുക്കാൻ പോയി, എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? മാഷിന്റെ അച്ഛന് ക്ലാസ് എടുക്കാൻ കഴിവുള്ള ശ്രേയ. ബാലമാമ വേണ്ട, ചായ കുടിക്കേ. ഓ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ. പറഞ്ഞിട്ട് പോട്ടെ എന്നാ? എങ്ങോട്ട്? എടി തുണിക്കച്ചവടക്കാരി, നാളെ നിന്റെ അച്ഛനാ നിശ്ചയത്തിന് ആദ്യം എത്താൻ പോകുന്നത്. നിശ്ചയത്തിന് വരാത്തതിന് നിന്റെ വേലമാമനുള്ളത് വെച്ചിട്ടുണ്ടെന്നാ നിന്റെ അച്ഛൻ പറഞ്ഞത്. നിന്റെ ബാലമാമൻ നാളെ നിശ്ചയത്തിന് വന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ തന്നെ പറപ്പിക്കും മാഷിനെ. അശോ ചേച്ചി, എന്റെ ബാലമാമൻ വരാത്തിടത്തൊക്കെ ആര് വന്നാലും എനിക്കെന്താ?